മലയാളികളുടെ പ്രിയപ്പെട്ട മണിനാഥൻ നിലച്ചിട്ട് 10 വർഷം. കലാഭവൻ മണിയുടെ പാട്ടോ ഡയലോഗുകളോ കാണാതെ കേൾക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. ആ ശൂന്യത ഇപ്പോഴും അറിയുന്നുണ്ടെന്ന് പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ വേർപാട്. അന്ന് പാടിയിൽ എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹത്തിന്റെ മരണകാരണവുമെല്ലാം ഇന്നും അജ്ഞാതമായി അവശേഷിക്കുകയാണ്. മണിയുടെ ഭാര്യ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും പ്രേക്ഷകർക്ക് ഏറെ പരിചിതരാണ്. കുടുംബത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം വാചാലനാകാറുണ്ട്. ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയെയാണ് തനിക്ക് കിട്ടിയതെന്നായിരുന്നു നിമ്മിയെക്കുറിച്ച് പറഞ്ഞത്. മകളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കാറുണ്ട്. ഇടയ്ക്ക് അച്ഛനൊപ്പമായി ചാനൽ പരിപാടികളിൽ മകളും പങ്കെടുത്തിരുന്നു. അത്യാവശ്യം മിമിക്രിയൊക്കെ അവൾക്കും വശമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ ചമ്മലാണ്. എന്നാലും ഞാൻ പറഞ്ഞാൽ ചെയ്യും അല്ലേ എന്നായിരുന്നു ഇടയ്ക്കൊരു ഷോയിൽ മകളോട് ചോദിച്ചിരുന്നത്. മകളുടെ പ്രകടനത്തിൽ കാണികൾ കൈയടിച്ചപ്പോൾ മണിക്കും സന്തോഷമായിരുന്നു. മകളെ ഡോക്ടറായി കാണാനാണ് ആഗ്രഹം. പാവങ്ങളെ ചികിത്സിക്കാനായി ഒരു ആശുപത്രി പണിയും. അവിടെ മകളായിരിക്കും പ്രധാന ഡോക്ടർ. അധികം കാശൊന്നും വാങ്ങാതെ ചികിത്സിക്കണമെന്നായിരുന്നു മകളോട് മണി പറഞ്ഞത്. അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിനിടയിലും മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു ശ്രീലക്ഷ്മി. ഇപ്പോഴിതാ അച്ഛൻ ആഗ്രഹിച്ച പോലെ മകൾ ഡോക്ടറായിരിക്കുകയാണ്. മണിയുടെ സഹോദരനായ RLV രാമകൃഷ്ണനായിരുന്നു ഈ വിശേഷം പങ്കുവച്ചത്. മണിച്ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ ഒന്നും അമ്മയെയും മകളെയും കാണാറില്ല. ഇടയിൽ സുഹൃത്തുക്കളാരോ പങ്കുവച്ചൊരു വീഡിയോയിൽ ശ്രീലക്ഷ്മിയെ കണ്ടിരുന്നു. MBBS കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് പാപ്പ എന്ന ശ്രീലക്ഷ്മി. ചേട്ടൻ ആഗ്രഹിച്ചതുപോലെ അവൾ ഡോക്ടറായി. പാവങ്ങളുടെ ഡോക്ടറാകണം എന്നാണ് ചേട്ടൻ ആഗ്രഹിച്ചത്. ചാലക്കുടിയിലെ മണിക്കൂടാരത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ശ്രീലക്ഷ്മിക്കൊപ്പമായി നിമ്മിയും എറണാകുളത്തേക്ക് പോയതോടെയായിരുന്നു വീട് അടച്ചിടേണ്ടി വന്നത്. അവധി കിട്ടുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. മണിച്ചേട്ടനില്ലെങ്കിലും മണിക്കൂടാരം കാണാനും സ്മൃതി മണ്ഡപത്തിനുമൊക്കെയായി ആളുകൾ വരാറുണ്ടെന്നും ഇവർ മലയാളികളുടെ ഉള്ളിൽ നിന്നും തീരാത്തൊരു വിങ്ങൽ തന്നെയാണ് കലാഭവൻ മണിയുടെ വിടവാങ്ങൽ. കലാഭവൻ മണിച്ചേട്ടൻ പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഒരുപാട് ആളുകൾ അന്വേഷിക്കാറുണ്ട്. എന്നാലും മാധ്യമങ്ങളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നുമെല്ലാം അകന്നു കഴിയുകയാണ് പലപ്പോഴും അവർ. ചേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ മകൾ ഡോക്ടറായി. പാവപ്പെട്ടവരുടെ ഡോക്ടറാകണമെന്നായിരുന്നു ചേട്ടൻ്റെ ആഗ്രഹം. മകൾ MBBS കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും വളർന്നു വരാനുള്ള വലിയൊരു സാഹചര്യം ചേട്ടൻ ഒരുക്കിയിരുന്നു. ഡോക്ടറേറ്റ് കിട്ടി. കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ലഭിച്ചു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒട്ടും പതറാതെ മുന്നോട്ട് പോയതുകൊണ്ടാണ്. ഇടയ്ക്ക് എവിടെയൊക്കെയോ പതറിയിരുന്നു. മനസ്സ് വിഷമിച്ചു പോയിരുന്നു. അതിനെയൊക്കെ നിയന്ത്രണത്തിലാക്കി ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം മുന്നോട്ട് പോകാനായി. കലാഭവൻ മണി ജീവിച്ചിരുന്ന കാലത്ത് രാവിലെ മുതൽ ആ വീട്ടിലേക്ക് സന്ദർശകരുടെ ബഹളമായിരുന്നു. സഹായം ചോദിച്ചെത്തുന്നവരും ഒന്ന് കാണാനും സംസാരിക്കാനും ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ടാണ് കലാഭവൻ മണിയുടെ ആരാധകർ അവിടെ എത്താറുള്ളത്. ഇപ്പോഴിതാ മണിക്കൂടാരത്തിൽ ആരുമില്ലാതെ അത് പൂട്ടിയിരിക്കുകയാണ്. ഇടയ്ക്ക് ശ്രീലക്ഷ്മിയും അമ്മ നിമ്മിയും വന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യും. ശ്രീലക്ഷ്മി പഠിക്കുന്നതെല്ലാം എറണാകുളത്തായതുകൊണ്ടാണ് അവർ എറണാകുളത്തേക്ക് മാറിയത്. കലാഭവൻ മണിച്ചേട്ടൻ്റെ മകളായ ശ്രീലക്ഷ്മിയുടെ ഈ ഒരു നേട്ടത്തിൽ നിരവധി പേരാണ് ആശംസകൾ